നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു 2-3 വീഡിയോക്ക് നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആയിട്ടിപ്പോൾ വ്യൂസൊക്കെ വല്ലാതെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് പ്രത്യേകമായിട്ട് പറയാൻ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പേ ഞാനിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ബിരിയാണി മാത്രം തിന്നാൽ മതിയോ, വേറെ ഒന്നും തിന്നണ്ടേ എന്നിങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതാ ഒരു ഓർഡർ, അൽഹംദുലില്ലാ, സാദാ ചോറും പിന്നെ ബീഫ് തേങ്ങ അരച്ച് വെച്ച കറിയും പിന്നെ വെണ്ടക്ക മുളക് ഇട്ടുമാണ് കേട്ടോ ഇന്നത്തെ ഓർഡർ. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ഇന്നിപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഞാൻ എടുക്കാൻ കാരണം ബീഫ് തേങ്ങ അരച്ച് വെച്ച കറി നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ 1-2 ആൾക്കാർ ഇങ്ങനെ എന്നോട് മുമ്പേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ബീഫ് തേങ്ങ അരച്ച കറി ചില ആളുകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ കൂട്ടരല്ലാത്തവർക്ക്. അപ്പോൾ അവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്കൊരു കണ്ടൻറ്റും ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ആ കഴുകിയ ഫസ്റ്റിലെ വെള്ളം നമ്മളെ കറിവേപ്പിൻ്റെ ഇലക്കല്ല, കറിവേപ്പിൻ്റെ ആ മരട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ വളരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഞ്ഞളുടെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ഉഷാറില്ലാതെ കേട്ടോ ആ ഒരു കറിവേപ്പിൻ്റെ ആ ഒരു മരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വേഗത വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലോണം തിളയ്ക്കാനായപ്പോഴാണ് അരി ഇടുന്നത്. 7 കിലോ അരിൻ്റെ ചോറും 4 കിലോൻ്റെ ബീഫ് തേങ്ങ അരച്ച് വെച്ചതുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാനെന്താ ഉറക്കത്തിൽ എണീറ്റിട്ട് ഈ ഒരു ഫോണിൻ്റെ ബെല്ല് കേട്ടിട്ടാട്ടോ എണീറ്റത്. ആ ഒരു ഓർഡറോട് കൂടിയിട്ട് അങ്ങനെ പെട്ടെന്ന് വേഗം എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് സാധനമൊക്കെ വാങ്ങിപ്പിച്ച് അങ്ങനെയൊക്കെ. അത് തലേന്നേ അറിയുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത്തിരി ലേറ്റായി പോയി കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും ഇക്കാക്ക ഇവിടെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ വലിയൊരു ഭാഗ്യം, എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ ബീഫ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടക്ക കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് 7 കിലോ ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് വെച്ചതിൻ്റെ പിറ്റേന്ന്. അപ്പം ഈ വെടക്കാവാത്ത സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കന് ഒക്കെ പിറ്റേന്ന് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഫ്രഷ് ചിക്കൻ തന്നെ തലേന്നേ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. വെള്ളക്കുറുവാണ് കേട്ടോ. അപ്പോൾ വേഗം വേവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര പെട്ടെന്നൊന്നും വെന്തിയില്ല കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചോറിൽ കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു രുചിയാണ് കേട്ടോ. ഒരു വെള്ളം പുളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇത് കൂട്ടി ഈ ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ. ബീഫ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിൻ്റെ ശേഷം വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ വലിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 200-250 ഗ്രാമിൻ്റെ ചുവന്നുള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 600 ഗ്രാം തക്കാളിയും പിന്നെ ഒരു 10 പച്ചമുളകും, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിനോട് തന്നെ ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും പിന്നെ അതേപോലെ ഒരു 4 ഉണ്ട വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു ഏകദേശം ഒരു കൈക്കണക്കാണ് കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരളവ് പറയുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 500 ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതേപോലെ മുറിച്ചതാണ്. പിന്നെ മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോ പിടി വീതമാണ് കേട്ടോ, കുറച്ചധികം ആയിക്കോട്ടെ. പിന്നെ 1 ടീസ്പൂൺ ഒരു 1-1.5 ടീസ്പൂൺ അളവിലുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിലേക്ക് ഉലുവ മസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു വലിയ ടീസ്പൂണ് അളവിലുള്ള ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ ഒരു 6 ടീസ്പൂണ് മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 6 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് എന്താണോ പോരായുള്ളത് വെച്ചാൽ അത് കുറേശ്ശെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ ഫസ്റ്റ് ഒരുപാട് ആയിപ്പോണ്ടായി വെച്ചിട്ടാണ് 6 ടീസ്പൂൺ അളവിലുള്ളത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാനിതിൽ ലാസ്റ്റിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ബീഫ് മസാലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, വലിയ സ്പൂണില്ലേ ടേബിൾ സ്പൂണ്, അതിന് 2 വലിയത് നല്ല കുമിച്ചെടുത്ത ആ ഒരു അളവാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് വലിയ ജീരകം, അതൊരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ ഒരു ടീസ്പൂൺ അളവിലുള്ളത് ഞാൻ തേങ്ങ അരയ്ക്കുമ്പോഴും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 100 ഗ്രാം അളവിലുള്ള വെളിച്ചെണ്ണ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 150 ഗ്രാമിൻ്റെ അളവിലൊക്കെ നമ്മൾ വറവുള്ളും ചേർക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. പിന്നെ അത് നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഇടുന്ന സമയത്ത് ഞാൻ ഇതിൽ കൊള്ളൂല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബീഫ് മുറിക്കുമ്പോൾ നമ്മൾ കറി പീസാക്കിയിട്ടാണ് കേട്ടോ മുറിക്കേണ്ടത്. എന്നാലും വീട്ടിലെത്തുമ്പോൾ വലിയ പീസുകളൊക്കെ അതിലുണ്ടാവും, അതൊന്ന് ചെറുതാക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇതൊരു 6 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആ ബീഫിൽ നിന്ന് പിന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ.
അത് അടുപ്പത്ത് വേവുമ്പോഴേക്കും ഞാനിതാ വിറകടുപ്പ് കത്തിച്ചിട്ട് വെണ്ടക്ക ഒന്ന് മുളകിടുക കേട്ടോ. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഈ നെയ്ച്ചോറോ വെറുംചോറോ ബീഫ് കറിയോ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമ്പം സൈഡായിട്ട് ഇത് നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ അത്. നെയ്ച്ചോറിനോ ഈ മഞ്ഞച്ചോറിനോ അതിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ വെണ്ടക്ക മുളകിട്ട്. അപ്പോൾ ഞാനിത് വെണ്ട, വെല്ലുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ വെണ്ടക്ക ഇതേപോലെ മുറിച്ചതാട്ടോ. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ ഈ വയറ്റിയെടുക്കുന്നത്. ഓരോന്നായിട്ട് വയറ്റണമെന്നൊന്നുമില്ല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വയറ്റിയെടുക്കുകയാണ്. പിന്നെയാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. നല്ല രീതിയിൽ തന്നെ നല്ലോണം വേവ് വേണം കേട്ടോ. ഈ വെണ്ടക്ക വെന്തിട്ടില്ലെങ്കിൽ വെണ്ട മുളകിട്ടതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. ഒരു 750 ഗ്രാം വെണ്ടയാണ് കേട്ടോ അത്. ഈ ഒരു വെണ്ടക്ക മുളകിട്ടതിന് 32 വർഷം മുമ്പത്തെ ഒരു സ്റ്റോറിയൊക്കെ പറയാനുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കി പഠിച്ചിട്ടുള്ള ഒരു കറിയാണിത്. അതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കുമ്പോഴേക്കും ഞാനിവിടെ കുക്കറിൻ്റെ വിസിൽ കേട്ടപ്പോൾ കൂടുതലായിപ്പോൾ ഉണ്ടായിച്ച് ഓഫാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ഇതൊന്ന് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വാഴണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല ഇഷ്ടംപോലെ ഞാൻ ബീഫ് കറിയിലും ഇതിലൊക്കെ ഇഷ്ടം പോലെ ചേർക്കുന്നുണ്ട്. നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല കിട്ടിയപ്പോൾ പിന്നെ ഇഷ്ടംപോലെ അതിലായിക്കോട്ടെ. ഒന്ന് കറിവേപ്പിൻ്റെ ഇലൻ്റെ കൊണ്ട് ഇത്തിരി ടേസ്റ്റ് കൂടുമോയെന്ന് അറിയില്ല, എന്നാലും നല്ലതല്ലേ കറിവേപ്പിൻ്റെ ഇല. പിന്നെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വിറകടുപ്പുണ്ടല്ലോ, അൽഹംദുലില്ലാ നല്ല ഐശ്വര്യമുള്ള ഒരു വിറകടുപ്പാണ് കേട്ടോ. അത്യാവശ്യം ഓർഡറൊക്കെ ഈ അടുപ്പ് ആയതിൻ്റെ ശേഷമാണ് എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നും നന്ദിയോടുകൂടിയാണ് ഞാൻ ഈ ഒരു അടുപ്പിനെ നോക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് തന്നെയാണ് കേട്ടോ വേണ്ടത് ഈ കറികൾക്കൊക്കെ. പിന്നെ പാകത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് പാകത്തിനുള്ള മല്ലിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ചേർക്കണ്ട, പാകത്തിനുള്ള മല്ലിപ്പൊടി മതി. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് പുളി ഞാൻ നേരത്തെ തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചധികം പുളി ഉണ്ട് കേട്ടോ, ഒരുപാട് പുളിയല്ല, എന്നാലും ആവശ്യത്തിന് പുളി വേണം. വെണ്ടപ്പുളി എന്നും പറയൂട്ടോ ഇതിന്. അത് ഞാൻ നേരത്തെ ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിലേക്കൊരു 700 ഗ്രാം വെണ്ടയിലേക്ക് തക്കാളിയൊക്കെ ഇടുന്നുണ്ടല്ലോ, അതിലേക്കൊരു 100 ഗ്രാമിൻ്റെ അടുത്ത് പുളി ഇട്ടിട്ടുണ്ടാവും. ഒരു ഏകദേശ കണക്കിനാണ് കേട്ടോ ഞാനിതൊക്കെ എടുക്കൽ. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൽ വീഡിയോ ഇടൽ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഈ അളവ് ഒക്കെ പറയൽ തുടങ്ങിയത്. അതുവരെ എനിക്ക് അളവൊന്നുമില്ല, കൈക്കണക്കാണ്. അത് ഏകദേശം ഒരുവിധ ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ വെണ്ടക്ക വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഇറക്കാൻ സമയത്ത് കുറച്ച് മല്ലിയില ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അടുപ്പത്തേക്ക് ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുക്കറിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കാനും തേങ്ങ അരച്ച് ചേർക്കാനും ഒക്കെ പിന്നെ ഈ വലിയൊരു പാത്രം തന്നെയാണ് നല്ലത്. പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളുടെ പോരായ്മ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബീഫ് മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഞാൻ ഫസ്റ്റിൽ ചേർത്തിട്ടില്ല, ലാസ്റ്റ് ആണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒക്കെ നമ്മുടെ പാകത്തിന് മതി കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ അരയ്ക്കുന്നതിനെ കൊണ്ടാണ് എരിവ് ഇത്തിരി ആവശ്യമാണല്ലോ. പിന്നെ 3 വലിയ തേങ്ങയാണ് കേട്ടോ ഞാൻ അരച്ചതിലേക്ക് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല കുറുങ്ങനുള്ളതിനാണ്. ഒരുപാട് വെള്ളം പോലെ ആയാലും ടേസ്റ്റും ഉണ്ടാവില്ല, വല്ലാതെ കുറുങ്ങനി അല്ലാത്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ മിക്സിയിലാണ് അരച്ചത്. അപ്പോൾ ഞാൻ ചൂടാവാതെക്കാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് കേട്ടോ അരച്ചത്. അല്ലെങ്കിൽ എന്തോ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും, നല്ല ചൂടായി പോകുമല്ലോ മിക്സി. പിന്നെ ആ തേങ്ങ ഒക്കെ അരച്ച് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കുക, ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പിടുക. പിന്നെ കുറച്ച് മല്ലിയില, വളരെ കുറച്ചല്ല കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 4 കിലോ ബീഫ് ഉള്ളതിനോണ്ട് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒരു തിള വന്നതിന് ശേഷം ഇറക്കി വെക്കുക. അപ്പോൾ ഒരുപാട് തിള ആയി പോവുകയും വേണ്ട. തേങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചതിനോണ്ട് തന്നെ ഒരുപാട് തിള ആവശ്യമില്ല കേട്ടോ ഈ ഒരു ബീഫ് കറിക്ക്. ഇനി എന്തായാലും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല ഈ ഒരു കറി. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് എന്നുള്ളൊരു കമൻറ്റ് വരും, പക്ഷെ അത് കാര്യമാക്കുന്നില്ല കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ചല്ല. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബീഫ് കറി ഇതുവരെ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ധൈര്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ഈ ഒരു രീതിയിൽ പൊടികളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് ഒന്നും ആയിപ്പോണ്ടൊക്കെ പാകത്തിന് മതി. ആദ്യം കുറച്ചിടുക, പിന്നെ ആവശ്യമാണെങ്കിൽ തോന്നുമ്പോൾ മാത്രം പിന്നെ പൊടികൾ ചേർക്കുക. പൊടികൾ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം തിളയ്ക്കണം എന്നേ ഉള്ളൂ, അല്ലാതെ തിളയ്ക്കാതെ ആ പൊടികൾ ഇടരുത് കേട്ടോ. അപ്പോൾ അത് ഒരു പച്ച ചോയ ഇങ്ങനെ വരും.
പിന്നെ ഇതാ നമ്മൾ വറവൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി, ഒരു ഗ്ലാസ്സോളം തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വല്ലാതെ കുറുങ്ങനായി പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഇതാ സാധനം എടുക്കാൻ വന്ന് ഇതാ പുറത്ത് മുറ്റത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.